പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്ന നിലപാടുകൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അത് ചെയ്തില്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാകില്ല. അതായത് ലോകത്തെ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമാബാദ് തീവ്രവാദികളെ സഹായിക്കുന്ന, അവരെ കയറ്റി അയക്കുന്ന നിലപാട് അവസാനിപ്പിക്കണം. അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ആർമിയാണ്. അതായത് കരസേനാ മേധാവിയായ ഉപേന്ദ്ര ദ്വിവേദി ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കാരണം അതിർത്തി സുരക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിച്ച്, കരസേനയൊക്കെ ഉപയോഗിച്ച് ഇത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം എല്ലായ്പ്പോഴും സുസജ്ജമാണെന്നും ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പാകിസ്ഥാൻ്റെ പല നിലപാടുകളെയും കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട്. അതായത് ഇനി ഒരു തവണ കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ നിലപാടുണ്ടായാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കി ഇന്ത്യ കൃത്യമായ മറുപടി നൽകുമെന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. ഇതിനുശേഷമാണ് ഇപ്പോൾ കരസേനാ മേധാവിയുടെ പ്രസ്താവന ഉണ്ടായത്. ഇതിനുശേഷം വ്യോമസേനാ മേധാവിയായ AP സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത പ്രസ്താവന ഉണ്ടായി. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ അവരുടെ 10 എയർക്രാഫ്റ്റുകൾ തകർന്നു. അതായത് F-16 എന്ന് പറയുന്ന അമേരിക്ക നൽകിയ അത്യന്താധുനിക വിമാനം, J-17 ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ തകർന്നു. ഹാങ്ങറിൽ സൂക്ഷിച്ചിരുന്ന വിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി, റൺവേ തകർത്തു, റഡാറുകൾ തകർത്തു. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. ഞങ്ങളുടെ വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ പാകിസ്ഥാൻ UN-ലും ലോകത്തിൻ്റെ മുന്നിലുമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. അത് ഒരു സംതൃപ്തിക്ക് കാരണമാകുമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. പക്ഷേ ഞങ്ങൾ നടത്തിയ ആക്രമണത്തിൻ്റെ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വേണമെങ്കിൽ ലോകത്തിൻ്റെ മുന്നിലേക്ക് വിടും എന്ന് പറഞ്ഞാൽ നമ്മുടെ കരസേനാ മേധാവി, വ്യോമസേനാ മേധാവി, പ്രതിരോധ മന്ത്രി എന്നിവരൊക്കെ തന്നെ ഇപ്പോൾ ചില പ്രസ്താവനകളുമായിട്ട് വരുന്നത് പാകിസ്ഥാൻ ഗൗരവത്തോടെ കാണുന്നു. കാരണം പാക് അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നടക്കുന്ന കലാപം കൂടി വരുന്നു. അവിടേക്ക് പാകിസ്ഥാൻ ആർമിക്കോ പോലീസിനോ പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഭരണകൂടത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവർ അവസാനിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് POKയുടെ നിയന്ത്രണം സ്വന്തമാക്കാനായിട്ട് ഈ പ്രക്ഷോഭകാരികൾ തയ്യാറെടുക്കുന്നു. ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും യുദ്ധപ്രഖ്യാപനമോ അല്ലെങ്കിൽ ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടോ എടുത്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാകില്ല. ഇതിനേക്കാൾ വലിയ എന്ത് ഭീഷണിയാണ് ഈ ഇന്ത്യക്ക് നൽകാൻ കഴിയുക? അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അത് അവസാനിപ്പിച്ചു. മാത്രമല്ല, നമ്മൾ അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിച്ചില്ല, സാധാരണക്കാർക്ക് ഒരു കുഴപ്പവും വരുത്തിയില്ല. മാത്രമല്ല, നമ്മൾ സംയമനം പാലിച്ചു. പക്ഷേ ഈ രീതിയിലുള്ള നിലപാട് പാകിസ്ഥാൻ വീണ്ടും തുടർന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എന്ന് പറയുന്നത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്തതായിരിക്കും. അത്തരമൊരു നീക്കം നടത്തുക എന്ന് പറഞ്ഞാൽ ഗസയിൽ ഇസ്രയേൽ എങ്ങനെയാണോ ഹമാസിൻ്റെ അടുത്ത് പെരുമാറുന്നത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം എന്ന സൂചനയും നൽകുന്നുണ്ട്. എന്തായാലും എയർഫോഴ്സിൻ്റെ 93ാമത് വാർഷിക ദിനാചരണത്തോടനുബന്ധിച്ചാണ് നമ്മുടെ AP സിംഗ് ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട കാലത്തെ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അപ്പോൾ നമുക്കറിയാം, ലോകത്തെ തന്നെ 5ാമത്തെ വലിയ എയർഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടേതാണ്. അത്രയും വലിയ എയർഫോഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വെറും വാക്ക് പറയാറില്ല. തെളിവുകൾ ഉണ്ടെന്ന് പറയാൻ കൃത്യമായിരിക്കും. അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെക്കാളിലും അവരുടെ സൈന്യാധിപനേക്കാളിലുമൊക്കെ വാക്കുകൾക്ക് വിലയുള്ളതാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ തലവന്മാർ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തിയത്. അപ്പോൾ മറ്റൊരു നീക്കവുമായിട്ട് ഇപ്പം പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു. അതായത് നമ്മുടെ ഗുജറാത്ത് തീരത്തോട് ചേർന്ന് സാർക്രീക്ക് മേഖല, അവിടെ പാകിസ്ഥാൻ്റെ സൈനിക സാന്നിധ്യം, അടിസ്ഥാന സൗകര്യമൊക്കെ വിപുലീകരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കടുത്ത മുന്നറിയിപ്പ് രാജ്നാഥ് സിംഗ് അവിടെ പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ നൽകിയിട്ടുണ്ട്. പറയുന്നത് ഞങ്ങൾക്ക് കറാച്ചിയിലേക്കുള്ള ഒരു വഴിയാണ് സാർക്രീക്ക് എന്ന കാര്യം പാകിസ്ഥാൻ മനസ്സിലാക്കണം. അതായത് റാൻ ഓഫ് കച്ചിലെ 96 കിലോമീറ്റർ നീളമുള്ള ഒരു ചതുപ്പ് നിലമാണ് ഈ പറയുന്ന സാർക്രീക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായിട്ട് തർക്കം നിലനിൽക്കുകയാണ്.
1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ അന്ന് നമുക്ക് വേണമെങ്കിൽ ലാഹോറിലേക്ക് കടന്നു കയറാനുള്ള എല്ലാ സാധ്യതയും സൗകര്യവും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തില്ല. 2025 ആകുമ്പോൾ ലാഹോറിൽ നിന്ന് മാറി കറാച്ചിയിലേക്ക് കടക്കാനുള്ള വഴിയാണ് ഈ സാർ ക്രീക്ക്. അത് പാകിസ്ഥാൻ കൃത്യമായിട്ട് മനസ്സിൽ വെച്ചോണമെന്നാണ് രാജ്നാഥ് സിംഗ് പറയുന്നത്. മാത്രമല്ല 2 സൈനിക മേധാവികളും 2 ഇടത്തായിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഉപേന്ദ്ര ദ്വിവേദി സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ വ്യോമസേനാ മേധാവി എയർഫോഴ്സിൻ്റെ 93ാം വാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പുലർച്ചെ 1 മണിക്ക് നമ്മൾ ആരംഭിക്കുന്നു. 1 മണിക്ക് ആരംഭിച്ച ആ ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും പാകിസ്ഥാൻ മുക്തരായിട്ടില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് പറയുകയാണ് 300 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രദേശവും സേഫ് അല്ല. അതായത് മൊത്തം 9 കേന്ദ്രങ്ങളിൽ ആക്രമിച്ചപ്പോൾ 7 കേന്ദ്രങ്ങൾ കരസേനയും 2 കേന്ദ്രങ്ങൾ വ്യോമസേനയും ആക്രമിക്കാനാണ് നിശ്ചയിച്ചത്. അപ്പോൾ UN നിങ്ങൾ നടത്തിയ ചില പരാമർശങ്ങൾക്കുള്ള മറുപടി കൂടിയാണിത്. അപ്പോൾ UN പറഞ്ഞത് എന്താ? ഇന്ത്യ അത്തരത്തിലുള്ള ആക്രമണമൊന്നും നടത്തിയില്ല, അവരുടെ വിമാനങ്ങളൊന്നും തകർന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ വിമാനങ്ങൾക്ക് പോലും, അതായത് അവരുടെ എയർബേസിലെ വിമാനങ്ങൾക്ക് പോലും കേടുപാടുകൾ പറ്റിയതോടുകൂടിയാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചത്. ഇപ്പം ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ലോകത്ത് പല യുദ്ധങ്ങൾ നടക്കുന്നു, ഉക്രൈനും റഷ്യയുമായിട്ട് യുദ്ധം നടക്കുന്നു, പലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇതൊക്കെ അനന്തമായിട്ട് നീണ്ടുപോവുകയാണ്. പക്ഷേ നമ്മൾ പാകിസ്ഥാന് നേരെ ഒരു ആക്രമണം നടത്തി കൃത്യമായ ലക്ഷ്യം തകർത്തെറിഞ്ഞ് 3-4 ദിവസങ്ങൾ കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് അവിടുത്തെ സാധാരണക്കാരെ ലക്ഷ്യമില്ലായിരുന്നു. നമ്മളുടെ ടാർഗറ്റ് എന്താണോ അത് നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും നമ്മൾ വലിയ അവകാശവാദമൊന്നും ലോകത്തോട് പറയുന്നില്ല. അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ നമ്മളൊന്നും പറയുന്നില്ല. കാരണം നമ്മൾക്ക് അമേരിക്കയെ വണക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും അമേരിക്ക വലിയ അവകാശവാദം ഉന്നയിക്കുന്നു, നമ്മളതിന് മറുപടി കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ്, മാലദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കലാപം നടക്കുന്നു. അവിടെ നിന്ന് ചില പ്രകോപനങ്ങൾ ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്നു. നമ്മൾ ഏതാണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ആവശ്യമുള്ള സമയത്ത് കൃത്യമായ മറുപടി നൽകുന്നു. ശരിക്കും പാകിസ്ഥാനിൽ നമ്മൾ എന്താണ് ചെയ്തത്, അമേരിക്കയുടെ വിമാനങ്ങൾക്ക് എന്ത് പറ്റിയെന്നുള്ളതൊക്കെ തന്നെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഫ്രാൻസിനും എന്തിനും അമേരിക്കയ്ക്ക് പോലും കൃത്യമായിട്ടറിയാം. കാരണം F-16 എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വജ്രായുധമായ യുദ്ധവിമാനമാണ്. ഈ യുദ്ധവിമാനം വാങ്ങാൻ ലോകത്തിലെ പല രാജ്യങ്ങളുമായിട്ട് അമേരിക്ക കരാറിൽ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കരാറിനെ ഇന്ത്യ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ബാധിക്കും. അതായത് ഇന്ത്യൻ ആക്രമണത്തിൽ നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ F-16 അടക്കം തകർന്നു പോയി എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഈ യുദ്ധവിമാനങ്ങൾ വാങ്ങാതെ അമേരിക്കയ്ക്ക് മേലൊരു പ്രഷർ ചെലുത്തും. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കും. നിലവിൽ ഈ ബന്ധം വഷളായത് തന്നെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ ബേസിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ പാകിസ്ഥാനെ ഭീകരർക്കെതിരെ ഇന്ത്യ എല്ലായ്പ്പോഴും നിലപാട് സ്വീകരിക്കാറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഹമാസിൻ്റെ ഭീകരർ ഇസ്രയേലിനെ എങ്ങനെ ആക്രമിക്കുന്നോ അതുപോലെയാണ് ഹമാസിൻ്റെ ഭീകരർ കശ്മീരിലെ ഭീകരർ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇനി ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെ കയറ്റി അയക്കുന്ന നിലപാട് ഇസ്ലാമാബാദ് സ്വീകരിക്കുകയോ ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാട് പാകിസ്ഥാൻ എടുക്കുകയോ ചെയ്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ ഉണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്നുള്ള കൃത്യമായ ഒരു വാണിംഗ് നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല, ഈ നമ്മുടെ സേനകൾ ഈ അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ 3 സേനകളും സംയുക്തമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യം നേടാനായിട്ട് കഴിഞ്ഞത്. അതായത് 1965 ശേഷം ഇത്രയും നല്ല ഒരു ആക്രമണം മുമ്പ് നടത്തിയിട്ടില്ല എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നു. എന്തായാലും 78 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, എന്നിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് എപ്പോഴും വിഘാതമാകുന്നത് പാകിസ്ഥാനാണ്. ഇനി നമ്മളതുകൊണ്ട് അതിനകത്ത് ക്ഷമിക്കില്ല. പാകിസ്ഥാനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഭീകരർക്ക് വേണ്ടി ആ രാജ്യത്തെ ഇല്ലാതാക്കുക. നമുക്കറിയാം, ഇന്ത്യയെ പോലെയല്ല പാകിസ്ഥാൻ. അവിടുത്തെ പട്ടാളക്കാർ, ഭരണാധികാരികളൊക്കെ രാജ്യത്ത് വലിയ കലാപം, പ്രക്ഷോഭമൊക്കെ നടക്കുമ്പോൾ വിദേശ രാജ്യങ്ങൾ ടൂറിന് പോയിരിക്കുകയാണ്.
ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ അന്തർദേശീയമായ ഭീഷണികളെ നേരിടാൻ വേണ്ടി സൈന്യം സുസജ്ജമായിട്ട് ഉണർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് വ്യോമസേനയുടെ കമാൻഡ് ആൻഡ് കൺട്രോളിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങളെന്ന് സൈനിക മേധാവികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ സർക്രീക്ക് പോലെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യവും അടിസ്ഥാന സൗകര്യവും വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ്. ഇതുവഴി ലാഹോറിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം, അല്ലെ കറാച്ചിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാം. മുമ്പ് ലാഹോറിനെ നമ്മൾ ഉപേക്ഷിച്ചതാണ്. ഇനി കറാച്ചിയിലേക്കുള്ള അടി ഏത് നിമിഷവും വരാം. നമുക്കറിയാം, നേരത്തെ നേവിയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു ആക്രമണം നടത്താൻ നിശ്ചയിച്ചിട്ട് നമ്മൾ പിന്മാറിയതാണ്. എന്തായാലും വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നമ്മൾ നൽകിയിരിക്കുന്നു. ലോക ഭൂപടത്തിൽ പാകിസ്ഥാൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് വിട്ടു നൽകിയിരിക്കുന്നു. അതായത് പാക് ഭരണകൂടത്തിന് വിട്ടു നൽകിയിരിക്കുന്നു. നിങ്ങൾ തീരുമാനിച്ചോ, അതിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ സൈന്യത്തിൻ്റെ അടുത്ത നീക്കമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.